നമുക്കറിയാം, സ്കൂളിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പരീക്ഷ വരുമ്പോൾ. അവൻ എന്നെ ഇങ്ങനെ കണ്ണിറുക്കി നോക്കിയിട്ട് പറഞ്ഞു, വെച്ചാൽ ആ രണ്ട് കൈയും വെച്ച് അനുഗ്രഹത്തിന് കൂടുതൽ കിട്ടിക്കോട്ടെ, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്കൊരു മിഠായി ആയിരുന്നു ചോദിച്ചു. അവൻ എൻ്റെ അടുത്ത് നിന്ന് പതുക്കെ ഇങ്ങോട്ട് പോവാം. പഴയകാലത്ത് അമ്മമാർ അടുക്കളയുടെ പരിസരത്ത് മീമിട്ടാനിരിക്കുമ്പോൾ അതിന് തൊട്ടടുത്തൊരു പൂച്ച ഇങ്ങനെ വന്നിരിക്കും. കാരണം പൂച്ചക്കൊരു പ്രതീക്ഷയുണ്ട്, എന്താണ്, എന്തെങ്കിലും കിട്ടും. എന്തൊരു നുണയനാണ് അച്ഛൻ, ഇങ്ങനെ അച്ഛന്മാരും നുണ പറയും. പിന്നെയുള്ളവർ എനിക്ക് സങ്കടമായിപ്പോയി. എൻ്റെ പൊന്നു കർത്താവേ, വലിയൊരു ചതിയായിപ്പോ നീ ചെയ്തു. അപ്പൊ ഞാൻ ആ സങ്കടം തമ്പുരാനോട് പറഞ്ഞപ്പോൾ തമ്പുരാൻ എനിക്ക് അന്ന് ഒരു ചിന്ത നൽകി. തൃശ്ശൂർ ഭാഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ, കുട്ടനെല്ലൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെ വിശുദ്ധ യൂദാസ്ലീഹായുടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കൂള് തൊട്ട് ബാക്കിൽ സ്കൂളുണ്ട്. നമുക്കറിയാം, സ്കൂളിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പരീക്ഷ വരുമ്പോൾ. ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേർ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവരിപ്പം തന്നെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാമെന്ന് പറയും. അത്രയും പ്രാർത്ഥിക്കും. ഒരു ദിവസം ഞാൻ പള്ളിയുടെ പുറത്ത് എൻ്റെ ഇടവകയിലുള്ള ഒരു പ്രായം ചെന്ന സണ്ണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു സഹോദരനുമായിട്ട് കുടുംബ പ്രശ്നങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെക്കൻ, ഒരു ഏകദേശം ഒരു 4-5 വയസ്സ് പ്രായമുള്ള, LKG UKG 1ാം ക്ലാസ്സോ കൃത്യമായിട്ട് അറിയില്ല, അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് GK ആണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു 2011 ആ വർഷത്തെ സംഭവിച്ചത്. GK എന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. അപ്പോൾ അവൻ, ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ വളരെ ഭക്തിപൂർവ്വം എൻ്റെ ഇടത് കരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലത് കരം അവൻ്റെ തലയിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്നെ ഇങ്ങനെ കണ്ണിറുക്കി നോക്കിയിട്ട് പറഞ്ഞു, വെച്ചാൽ ആ രണ്ട് കൈയും വെച്ച് അനുഗ്രഹത്തിന് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ വിട്ടില്ല, ഞാൻ വേഗം 2 കൈ വെച്ച് അവൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ സണ്ണിച്ചേട്ടൻ അവിടെയുണ്ട്. ചേട്ടൻ ഇങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ആദ്യത്തെ നിർദ്ദേശം എനിക്ക് കിട്ടിയതുകൊണ്ട് പിന്നീട് ഞാൻ 2 കൈയും വെച്ച് വരുന്നവരെയൊക്കെ പ്രാർത്ഥിച്ചു വിടാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവനെ നന്നായി പ്രാർത്ഥിച്ചു, ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പം അവൻ ബാഗ് തുറന്നിട്ട് അവൻ എനിക്കൊരു കോലുമിഠായി, ഇത്രയുള്ളൊരു കോലുമിഠായി സമ്മാനമായിട്ട്. ഞാൻ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. ഒരു ചെറിയൊരു കുരിശിൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ അവന് സമ്മാനമായിട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ അവൻ സന്തോഷത്തോടുകൂടെ പോയി. പിന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഈ സണ്ണിച്ചേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുത്തൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ എനിക്കൊരു മിഠായി ആയിരുന്നു ചോദിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഈ സണ്ണിച്ചേട്ടൻ്റെ കുടുംബ പ്രശ്നത്തിൽ വ്യാപൃതനായതുകൊണ്ട് കുറച്ച് നേരത്തെ മുമ്പ് എനിക്ക് തന്ന കോലുമിഠായിയുടെ കാര്യം ഞാൻ വിട്ടുപോയി. അതിങ്ങനെ ഇടത്തെ കയ്യിൽ ബാക്കിലിരിപ്പെട്ടു. അപ്പോൾ ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ആ പയ്യനോട് പറഞ്ഞാടാ, ഇപ്പം എൻ്റെ അടുത്ത് മിഠായില്ല, ഉള്ളപ്പോൾ തരാട്ടാ. ആ സമയത്ത് അവൻ എന്നൊരു നോട്ടം നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൻ്റെ ദയനീയത എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷെ അന്നേരത്തെ എനിക്ക് മനസ്സിലായി, അവൻ എൻ്റെ അടുത്ത് നിന്ന് പതുക്കെ ഇങ്ങോട്ട് പോവാം. പക്ഷെ അവൻ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകുന്നില്ല. പഴയകാലത്ത് അമ്മമാർ അടുക്കളയുടെ പരിസരത്ത് മീൻവെട്ടാനിരിക്കുമല്ലോ. മീൻവെട്ടാനിരിക്കുമ്പോൾ അതിന് തൊട്ടടുത്തൊരു പൂച്ച ഇങ്ങനെ വന്നിരിക്കും. ആ സമയത്ത് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ഒരു വീശിയാൽ ഈ പൂച്ച കുറച്ച് പോകും, പിന്നെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. കാരണം പൂച്ചക്കൊരു പ്രതീക്ഷയുണ്ട്, എന്താണ്, എന്തെങ്കിലും കിട്ടും. അതേ പ്രതീക്ഷയിൽ ഇവൻ ഒരു റേഡിയസ് കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ ചുറ്റിനും നടക്കാം. അപ്പം ഞാൻ ഇടയ്ക്ക് അവനെ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് കണ്ണു മാറ്റിച്ചാൽ. അങ്ങനെ ഞാൻ ഈ സണ്ണിച്ചേട്ടനുമായിട്ടുള്ള സംസാരം അതിൻ്റെ ഗൗരവത്തിലെത്തിയപ്പോൾ, ഞാനിവനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൻ ഉറപ്പ് വരുത്തിയപ്പോൾ അവൻ എൻ്റെ പിന്നാലെ വന്ന് ഈ മുട്ടായി തട്ടിപ്പറിച്ചിട്ട് ഓട്ടോടിക്കും. ഓടി എനിക്ക് ഓടിച്ചിട്ടാൽ കിട്ടാൻ പറ്റാത്ത ഒരു സ്ഥലത്തെത്തിയിട്ട് അവൻ തിരിഞ്ഞു നിന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ അവൻ വിളിച്ചു പറയാൻ, എന്തൊരു അച്ഛനാണ് അച്ഛൻ, എന്തൊരു നുണയനാണ് അച്ഛൻ, ഇങ്ങനെ അച്ഛന്മാരും നുണ പറയും. പിന്നെയുള്ളവരെ, ഞാൻ അവനെ തിരിച്ചു വിളിച്ച്, എടാ നീ പോലെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. പക്ഷെ അവൻ വന്നില്ല. അവൻ അന്നും തന്നെയല്ല, പിന്നെ 2 മാസത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. പിന്നെയുള്ളവർ, എനിക്ക് സങ്കടമായിപ്പോയി. അതിനുശേഷം സണ്ണിച്ചേട്ടൻ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പോയി. സ്കൂളിലെ മണിയടിച്ചു, പിള്ളേരൊക്കെ പരീക്ഷാ ഹോളിൽ കയറി. ഞാനും പള്ളിയും മാത്രം അവസാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പള്ളി കയറിയിട്ട് ഇതുപോലെ അൾത്താരയുടെ മുമ്പിൽ നിന്ന്
കുരിശ് രൂപത്തിന് പകരം ഞങ്ങളുടെ പള്ളിയിൽ അന്ന് ഉദ്ധാനം ചെയ്ത രൂപമായിരുന്നു ഇത്. ആ രൂപത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, വലിയൊരു ചതിയായിപ്പോൾ നീ ചെയ്തു. സത്യം പറഞ്ഞ് ഞാൻ ഉണർഞ്ഞല്ല, ഞാൻ അന്നേരത്തെ അത് ചിന്തിച്ചില്ല. മിഠായി എൻ്റെ കയ്യിലുള്ളത് ഞാൻ ചിന്തിച്ചേയില്ല. പക്ഷെ ഇവന് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ സമയത്തുള്ളൊരു ഭാവമുണ്ട്. അത് എന്നെപ്പറ്റി മാത്രമല്ല, സകല വൈദികരെ പറ്റിയും അവനൊരു മോശമായിട്ടുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ സങ്കടം തമ്പുരാനോട് പറഞ്ഞപ്പോൾ തമ്പുരാൻ എനിക്ക് അന്ന് ഒരു ചിന്ത നൽകി. അത് ഞാൻ നിങ്ങളോട് പറയാനാ ഈ ഒരു ഉദാഹരണം പറഞ്ഞു. തമ്പുരാൻ എന്നോട് ചോദിച്ചത് എങ്ങനെയാണ്, മോനെ ഡയസേ, ആ കൊച്ചു നിന്നോട് ചെയ്തതുപോലെ നിനക്ക് എന്നോട് ചെയ്യാൻ പറ്റിയാൽ നീ നല്ലൊരു അച്ഛനായിരിക്കും. കുറച്ചു നേരത്തേക്ക് ഒന്നും പിടിയിട്ടില്ല. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെ. ആ കൊച്ചെന്നോട് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഈശോയോട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ നല്ലൊരു കത്തോലിക്കനാ, അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസി. ആ കൊച്ചു എൻ്റെ അടുത്ത് ചെയ്തത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അവൻ എൻ്റെ അടുത്ത് മിഠായി ചോദിക്കാനുള്ള കാരണം, ആ മിഠായി അവൻ എൻ്റെ അടുത്ത് കണ്ടു. എൻ്റെ കയ്യിലുള്ളതാണ് അവൻ ചോദിച്ചത്. തട്ടിപ്പറിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അച്ഛൻ ഇത്രയേ ചെയ്യത്തുള്ളൂ എന്ന് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവനെ തട്ടിപ്പറിച്ചു. പ്രിയമുള്ളവരെ, ഈശോയുടെ അടുക്കൽ വന്ന് നാം ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് ഈശോയുടെ കയ്യിലുള്ളത് ചോദിക്കാൻ പറ്റും. ഈശോയുടെ കയ്യിലുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുരിശ് രൂപം നമുക്ക് പകർന്ന് നൽകുന്നുണ്ട്. എന്ത്? എനിക്ക് വേറെ ഒന്നുമില്ലടാ നിനക്ക് തരാൻ, എനിക്കുള്ളത് ഈ ശരീരം മാത്രം. അതുകൊണ്ട് തന്നെ ആവാം ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് ഈ പള്ളിയുടെ അൾത്താര ഇങ്ങനെ നോക്കാൻ. സാധാരണ അൾത്താരയിൽ നോക്കുമ്പോൾ ഔസേപ്പിതാവും മാതാവും ഇരുവശങ്ങളിലുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാളുടെ കയ്യിലെ ഉണ്ണിയെ കാണാറുള്ളൂ. ഇത് രണ്ടുപേരുടെ കയ്യിലും. അവര് ഈശോയോട് ചോദിച്ചു, ഈശോയെ നിന്റെ ശരീരം എനിക്ക് തരും. ഔസേപ്പിതാവും മാതാവും അതേ ശരീരം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിൽക്കുക. ഈ രണ്ട് ഉണ്ണികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ രണ്ടുപേരും ഔസേപ്പിതാവിനെയും മാതാവിനെയും ഗവനിക്കുന്നേയില്ല. അവർ നമ്മളെ നോക്കി, അതെ എന്നെ എടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. ശ്രദ്ധയൊന്നും പതറിപ്പോകാതെ ഈ ദൈവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അക്രൈസ്തവനായ ഒരാളോട് പോലും ചോദിച്ചാൽ അവൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് അവൻ്റെ ബുദ്ധിയിൽ ആദ്യം പറയുന്നത് കുരിശുരൂപമാണ്. പക്ഷെ നമുക്ക് ആ കുരിശുരൂപത്തിന് താഴെയുള്ള കൗദാശിക ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അതും വളരെ കൃത്യമാണ്. അതിനു ചുറ്റും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് IHS, യേസൂസ് ഹോമിനോസ് സാൽവത്തോർ. ഈശോ ഈ ലോകത്തിൻ്റെ രക്ഷകനാണ്. അങ്ങനെ ഈ ദൈവാലയം എങ്ങനെ നാം ജീവിക്കണം എന്നത് വളരെ വ്യക്തമായി പ്രഘോഷിക്കുമ്പോൾ ആ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥനയിലൂടെ വിശുദ്ധ ബലിയിലൂടെ കടന്നു പോകുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും നീ ഈ കൃപ ഇവിടെ നിന്ന് മുഴുവനും ഒട്ടും നഷ്ടപ്പെടാതെ സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കിയ രണ്ടുപേർ ഇരുവശങ്ങളിലും നിൽക്കുന്നുണ്ട്. മുകളിൽ അതിന് തൊട്ടുമുകളിലായി വേറൊരുത്തൻ കുന്തം പിടിച്ചു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ നാം ഇങ്ങനെ പറയുന്നുണ്ട്, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് വിറ്റ് വാള് വാങ്ങട്ടെ. ഈ കുന്തത്തിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ വ്യക്തിപരമായൊരു ചിന്ത എന്ന് പറയുന്നത് സഹനത്തിൻ്റെ ഒരു പ്രത്യേകത. സഹനം അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞവൻ. ചിലർക്ക് ഉണ്ണിയേശുവിനെ ഇങ്ങനെ കയ്യിലെടുക്കാനുള്ള ഭാഗ്യം കിട്ടും. വേറെ ചിലർക്ക് വ്യക്തി ജീവിതത്തിലെ സഹനങ്ങളെ കർത്താവിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയാനുള്ളൊരു ഭാഗ്യം കൂടെ കിട്ടും. വ്യക്തി ജീവിതത്തിലെ വേദനകളെ ചിലർ അത് സഹനമായിട്ട് കാണുന്നില്ല എന്നുള്ളത്. ഇവിടെ സങ്കടവും കഷ്ടപ്പാടും ഇല്ലാത്ത ആരുമില്ല, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ചിലർ സഹനത്തെ വെറും വേദനയായി കണ്ടിട്ട് രോഗിയായിട്ട് മാറും. വേറെ ചിലർ സഹനത്തെ കർത്താവിൻ്റെ സ്നേഹമായി കണ്ട് വിശുദ്ധ പദവിയിലേക്ക് മാറി നിൽക്കും. അതുകൊണ്ട് ഇത് നമ്മളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ അൾത്താര നമ്മോട് പറയുന്നത് ഇവിടെ പരികർമ്മം ചെയ്യുന്ന ആ ബലി ആൻ്റണി അച്ഛൻ അർപ്പിക്കുന്ന ബലിയല്ല, ക്രിസ്തു അർപ്പിക്കുന്ന ബലിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അർപ്പിച്ച ബലിയല്ല, ഇന്ന് അർപ്പിക്കുന്ന ബലി, എന്നും അർപ്പിക്കപ്പെടുന്ന ബലി. ഈ ബലിപീഠത്തിൽ ഇവിടെ പരിപാവനമായി പരികർമ്മം ചെയ്യുന്ന കർത്താവിൻ്റെ ആ കൃപ അതിങ്ങനെ സ്വീകരിക്കാനായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു യോഗ്യത നിനക്കുണ്ടോ എന്നൊന്ന് പരിശോധിക്കും.
ബലിയുടെ പ്രാധാന്യത്തെപ്പറ്റി ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. അനുദിന ബലിയുടെ പ്രത്യേകതയൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഞാൻ അതിനോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ബലിയിലൂടെ നിനക്ക് ലഭിക്കുന്ന ആ ദൈവകൃപയുണ്ടല്ലോ, അത് ഇങ്ങനെ ഈ ബലിപീഠത്തിൽ നിന്ന് അതിൻ്റെ ഒരു പങ്ക് എടുക്കാനുള്ള ഒരു യോഗ്യത നിനക്കുണ്ടോ എന്നുള്ളത്. ആ യോഗ്യത നിനക്കുണ്ടോ? യോഗ്യതയില്ലാതെ എടുത്താൽ യൂദാസായിട്ട് മാറുന്ന, യൂദാസിന് സംഭവിച്ചത് ശരീരത്തിലേക്ക് അശുദ്ധാത്മാവ് പിശാച് കയറിയെന്നാ പറയും. അതുകൊണ്ട് യോഗ്യതയോടുകൂടെ ബലിയർപ്പിക്കാൻ ആർക്കും പറ്റും, ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനും പറ്റും. പക്ഷേ ആ ബലിയർപ്പണം യോഗ്യതയോടുകൂടെ അതിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു നിറവ് എന്ന് പറയുന്നത് അത് വേറെയാണ്. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഭക്ഷണ പദാർത്ഥമാണെന്ന് വിചാരിക്കാം. എന്നിട്ട് പറയും ഇത് വളരെ വില കൂടിയതാണ്, വളരെ വില കൂടിയതാണ്, വളരെ രുചികരമാണ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കയ്യും ഒക്കെ കഴുകിയതാണെങ്കിൽ ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് തുടക്കും. കാരണം എന്താ? അത് അതിവിശുദ്ധമാണ്, രുചിയുള്ളതാണ്. അതുകൊണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കം നമ്മൾ വീണ്ടും നടത്തും. അതുകൊണ്ട് അതിനേക്കാൾ വിശുദ്ധമായ ഈ ബലിപീഠത്തിൽ പരികർമ്മം ചെയ്യുന്ന കർത്താവിൻ്റെ തിരുശരീര രക്തം, അതെടുക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോയെന്ന് ചോദിച്ചാൽ കുമ്പസാരത്തിലൂടെ അത് നേടിയിട്ടുണ്ട്. പക്ഷേ ഓരോ ബലിയർപ്പണത്തിലും ഒരു കുമ്പസാരം നടക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് യോഗ്യതയോടുകൂടെ ഇതെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ബലിയർപ്പണം അത് എളുപ്പമാണ് നടത്താൻ, പക്ഷേ യോഗ്യതയോടുകൂടെ നടത്താൻ ബുദ്ധിമുട്ടാണ്.